നമ്മൾ വീഡിയോ ഒരുപാടായി കാണുന്നല്ലേ. നമ്മുടെ ജീവിതം മാറ്റാൻ വേണ്ടതൊരു തീരുമാനമാണ്. ഈ 10 എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. കാരണം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗ്, ഒരു വികാരങ്ങൾ വരും പോവും. അതുപോലത്തെ ഒരു വികാരം, ദേഷ്യം വരും, സങ്കടം വരും എന്നുപോലത്തെ ഒരു വികാരമാണ് മോട്ടിവേഷൻ. അത് തൽക്കാലം കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് മാറ്റേണ്ടത് എന്താ വെച്ചാൽ ഐഡൻറ്റിറ്റിയാണ്. ഇന്ന് ഈ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്ത 5 വർഷം നിങ്ങൾ ഇതേ മനുഷ്യനായിട്ട് തുടരാനാണോ തീരുമാനിച്ചിട്ടുള്ളത്, അതോ ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അറിവ് ഒരിക്കലും ജീവിതം മാറ്റില്ല, ഒരിക്കലും മാറ്റില്ല. കാരണം അറിവിനിപ്പോൾ ഒരു കുറവുമില്ല. ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ആയിട്ട് പ്ലെൻറ്റിയാണ്. ഇന്ന് പ്രത്യേകിച്ച് AI കൂടി വന്നപ്പോൾ അറിവിന് ഒരു ക്ഷാമമില്ല. ഒരു മൊബൈൽ ഫോൺ മതി. മാത്രമല്ല ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് വീഡിയോകൾ കണ്ട് നമ്മൾ ആകെപ്പാടെ തലയിലങ്ങോട്ട് അറിവ് കയറിയിട്ട് ഇനി പുതിയ അറിവ് കയറാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കണം. മാത്രമല്ല ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലയിലെ ക്ലാസ്സുകൾ പോലും ഇന്ന് ലഭ്യമാണ്. ഇതൊരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ. എന്തുകൊണ്ടാണ് ഇത്രയും അറിവുള്ള സമൂഹത്തിൽ ഇത്രയും സമ്മർദ്ദം? എന്തുകൊണ്ട് നമ്മൾ അറിവുകൾ നമ്മൾ സഹായിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇത്രയും വിവരങ്ങളുണ്ടായിട്ടും ഇത്രയും ആശയക്കുഴപ്പം? കാരണം എന്താണെന്ന് വെച്ചാൽ അറിവ് തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നു. നമ്മളിപ്പോൾ ഒരു അറിവ് കൊടുത്തു, തലയിൽ കൊടുത്തു. പക്ഷേ ഈ അറിവ് രൂപാന്തരം പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ നാഡീവ്യൂഹത്തിലാണ്. നാഡീവ്യൂഹത്തിലൂടെ രൂപാന്തരം പ്രാപിച്ചിട്ട് നമ്മുടെ ചിന്തകൾ മാറ്റണം, വികാരം മാറ്റണം, ഇമോഷൻസ് മാറണം. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശരീരം തന്നെ മാറണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം, തീരുമാനങ്ങൾ ഒക്കെ മാറുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒരേ ദിശയിൽ പ്രവർത്തിക്കണം. അപ്പോഴാണ് ശരിക്കുള്ള മാറ്റം വരുള്ളൂ. നമ്മൾ വേറൊരു തലത്തിൽ പറയുകയാണെങ്കിൽ ബോഡി, മൈൻഡ്, സോൾ, ഇത് മൂന്നും അലൈൻഡ് ആയിരിക്കണം. വിജയിച്ച ആൾക്കാർക്ക് അവർക്കൊരു സീക്രട്ട് അറിയാം. ഞാൻ വർഷങ്ങളായിട്ട് സംരംഭകരെയും പ്രൊഫഷനുകളെയൊക്കെ നേതാക്കളെയൊക്കെ നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വിജയിച്ചവർക്ക് എല്ലാം അറിയാമായിരുന്നില്ല. നമ്മൾക്ക് തന്നെ തോന്നാറില്ല ചിലർക്ക്, ഇയാൾക്ക് ഇങ്ങനെ എത്ര വലുതായി നമുക്ക് തോന്നാറില്ലേ? എല്ലാം അറിയുന്ന ആൾക്കാരല്ല വിജയിക്കുന്നത്. അവർക്കുള്ളൊരു പ്രത്യേക ശീലമുണ്ട്. ആ ശീലം എന്താ വെച്ചാൽ ഒരു തീരുമാനം എടുത്താൽ അവരുടെ ഐഡൻറ്റിറ്റി അതിനനുസരിച്ച് അവർ മാറ്റി. അതായത് നമ്മളിപ്പോൾ ഒരാളാവാൻ തീരുമാനിച്ചാൽ ആ ആളായി അങ്ങോട്ട് മാറണം. അല്ലാതെ ശ്രമം എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, ഞാൻ ശ്രമിക്കാം എന്ന് പറയരുത്. നമ്മൾ എന്താണോ അവൻ ആഗ്രഹിച്ചത് അത് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ജീവിച്ചത്. അവിടെയാണ് ആ ശക്തി കിടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം ഓഹരിയിൽ നിക്ഷേപിക്കലാണോ, റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കലാണോ, ബിസിനസ്സിൽ നിക്ഷേപിക്കലാണോ? ഇതൊക്കെ വേണം, വേണ്ടതല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണില്ലേ? എന്നെയും ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ പ്രശ്നത, അതായത് അറിവ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, എത്രയോ തലയിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നു, പുസ്തകങ്ങളായ പുസ്തകങ്ങൾ, ട്രെയിനിങ്ങായ ട്രെയിനിങ്ങുകൾ. പക്ഷേ നാഡീവ്യൂഹം മാറണ്ടേ, ഈ അറിവ് ഉപകാരപ്പെടണ്ടേ? അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിനെ തന്നെ മാറ്റണം. നമ്മളിപ്പോൾ നമ്മുടെ വരുമാനം അങ്ങോട്ട് കൂടും എന്നങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ അത് ശരിയാവുമോ? കാരണം ഓരോ ബിസിനസ്സിൻ്റെയും ഓരോ നേതൃത്വത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു മനസ്സാണ്. ആ മനസ്സ് അപ്ഗ്രേഡ് ചെയ്യാതെ ഫലങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? അതായത് ഉടച്ചു വാർക്കണം നമ്മൾ പറയില്ലേ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് ഈ കഴിഞ്ഞ 4 മാസം, 4-5 മാസം. എത്ര ട്രെയിനിങ്ങുകൾ ഞാൻ നടത്തി, 100 കണക്കിന്. മാറ്റങ്ങളുണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞു, വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 4 മാസം സംഭവിച്ച മാറ്റം എൻ്റേത് മാത്രമല്ല കേട്ടോ. രാവിലെ ഞങ്ങൾ 7 മണിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ അറിവ് കയറ്റല്ല ചെയ്യണത്, ഒടച്ചു വാർക്കാണ് ചെയ്യണത്. എന്നോടൊപ്പം നിങ്ങൾ ചേരുകയാണെങ്കിൽ നമുക്ക് മനുഷ്യനെ ഞാൻ ഇത്രമാത്രം നിരീക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് വായിക്കാത്ത പുസ്തകങ്ങളില്ല, നടത്താത്ത ട്രെയിനിങ്ങുകളില്ല, ഞാൻ ഇടപെടാത്ത മനുഷ്യന്മാരില്ല. എല്ലാ കാറ്റഗറിയിലും ഞാൻ മനുഷ്യന്മാരെ കണ്ടിരിക്കുന്നു. പക്ഷേ യഥാർത്ഥ മാറ്റം, അത്ഭുതകരമായ മാറ്റം നോക്കിക്കോ. രാവിലെ 7:30 എൻ്റെ മുന്നിൽ നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ വെറും 6 ദിവസം മതി. 6 ദിവസം മുതൽ നിങ്ങളെ മാറ്റം, യഥാർത്ഥ മാറ്റം ആരംഭിക്കും. ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം ഇന്നുണ്ടായിരുന്നു. ഊർജ്ജം അങ്ങോട്ട് കൂടും, സമയം വേണം, ഓഫ് കോഴ്സ്, ഫോക്കസ് കൂടും, ക്ലാരിറ്റി കൂടും, ഭയങ്ങൾ അങ്ങോട്ട് അലിഞ്ഞില്ലാതാവും. നിങ്ങളുടെ ഓറ, നിങ്ങളുടെ സാന്നിധ്യം തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. ഇത് രാവിലെ വെറും പോസിറ്റീവ് ചിന്ത പഠിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയല്ല ഇത്. ഇതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ എനർജി കൂട്ടുക, ഫോക്കസ് ഷാർപ്പാക്കുക, മൂർച്ച കൂട്ടുക, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക, നിങ്ങൾ തീരുമാനം എടുക്കാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുക, ഡിസിഷൻ മേക്കിംഗ് പെർഫെക്റ്റ് ആക്കുക. അതിന് ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളങ്ങ് അസസ് ചെയ്യും. ബേസ് അടി മുതൽ, ചെറുപ്പകാലം മുതൽ. പേഴ്സണൽ മെൻറ്ററിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓർത്തോ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളെ ഞാൻ കാണിച്ചു തരും. നിങ്ങളെ ദുർബലപ്പെടുത്തുന്ന പ്രോഗ്രാമിംഗ്
നാഡീവ്യൂഹം, അതാണ് ഞാൻ പറയുന്നത്. നാഡീവ്യൂഹത്തിൽ നിങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിങ്ങുകൾ മാറ്റി. ഇത് പ്രത്യേകിച്ചും ആർക്കാണത് സഹായകമാകുക എന്ന് വെച്ചാൽ സംരംഭകർ, ബിസിനസ്സുകാർ, വലിയ പ്രൊഫഷണൽസ്, പിന്നെ ജീവിതത്തിൽ വളർച്ച ഉയർച്ച ആഗ്രഹിക്കുന്നവർ. കാരണം ഇതിൽ ഡെഡിക്കേഷൻ വേണം. 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന്, അവർ മോട്ടിവേറ്റ് ചെയ്യുന്നത് അത് അവരുടെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കിത് ഉപകാരപ്പെടില്ല. പ്രശ്നങ്ങൾ തീരുന്നതോടെ പ്രശ്നം തീരുന്നില്ല, സ്വപ്നം നടപ്പിൽ വരുത്തുന്നതോടെ പ്രശ്നം തീരുള്ളൂ. അതായത് ചില ആൾക്കാർക്ക് നെഗറ്റിവിറ്റിയോട് ഭയങ്കര താല്പര്യം, അത് അവരുടെ കുഴപ്പമില്ല, അവരുടെ ജീനത, നെഗറ്റിവിറ്റി, അതായത് ഓവർ തിങ്കിങ്, ഭയം, ഇതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അവർ പാട്ട് കേൾക്കുകയാണെങ്കിൽ ശോകഗാനം കേൾക്കുള്ളൂ, ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ന്യൂസ് അവർ വായിക്കുള്ളൂ, സീരിയലുകളിലൊക്കെ ക്രൈം ആയിട്ടുള്ള, അതായത് നെഗറ്റിവിറ്റിക്ക് ഫോക്കസ് ചെയ്ത കാര്യങ്ങളെ അവർ ശ്രദ്ധിക്കുള്ളൂ. അവർക്കതിഷ്ടമാണ്. അത് അവരുടെ പ്രശ്നമല്ല, ജനറ്റിക്കലി അവരങ്ങനെയാണ്. പക്ഷേ ഈ നെഗറ്റിവിറ്റിക്ക് ഫോക്കസ് ചെയ്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജീവിതം നമ്മളെ മലർത്തിയടിക്കും, അസുഖങ്ങൾ വരാൻ തുടങ്ങും, അസ്വസ്ഥതകൾ കൂടും, മാനസിക സംഘർഷങ്ങൾ കൂടും. അപ്പോൾ അവരെൻ്റെ അടുത്തേക്ക് വരും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്ന് പോയി കിട്ടണം. അവർ മാറണമെന്നൊക്കെ പറയും, പക്ഷേ പ്രശ്നങ്ങൾ അങ്ങോട്ട് പോണതോട് കൂടിയിട്ട് പിന്നെ അവർ പഴയ സ്വഭാവത്തിൽ തന്നെ തിരിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ അവർക്ക് സ്വപ്നങ്ങളില്ല, അവർക്ക് ഇങ്ങനെ കട്ട് പോയാൽ മതി, പ്രശ്നം ഉണ്ടാവരുത്, അത്രയുള്ളൂ, അസ്വസ്ഥത ഉണ്ടാവരുത്. പക്ഷേ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയല്ല അവർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ വന്നിട്ടുള്ളത് തന്നെ നമുക്കറിയാലോ. നമ്മൾ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിച്ചു, ആ മാറ്റങ്ങളിൽ നമ്മുടെ സംഭാവന എന്തൊക്കെയാണെന്നുള്ളത് ചിന്തിച്ചിട്ടാണ്. മറ്റുള്ളവരുടെ സംഭാവനകൾ അല്ലാതെ നമ്മുടെ സംഭാവന എന്താണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മളും സംഭാവന നൽകാൻ, അതായത് മനുഷ്യകുലത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകൽ ബാധ്യസ്ഥമാണ് നമ്മൾ. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. അപ്പോൾ അതിന് ഇത്രേ ആവശ്യമുള്ളൂ. എന്ത് സ്വപ്നവും കണ്ടോ, നടപ്പാക്കുന്ന കാര്യം എന്നോടൊപ്പം ചേരും. ഊർജ്ജമല്ലേ വേണ്ടത്, ഫോക്കസല്ലേ വേണ്ടത്, ക്ലാരിറ്റി അല്ലേ വേണ്ടത്, ധൈര്യമല്ലേ വേണ്ടത്, പദ്ധതികളല്ലേ വേണ്ടത്. ഐ ക്യാൻ ഹെൽപ്പ് യു. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. 1 വർഷം കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെയാണ് പോയി കാലങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 1 വർഷം കഴിഞ്ഞ് ജീവിതം നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുകയാണ്, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം? ഭാഗ്യക്കുറവായിരിക്കുമോ, സമയദോഷമായിരിക്കുമോ? അല്ലേ, നിങ്ങൾ എടുക്കാതെ വിട്ട തീരുമാനങ്ങളായിരിക്കും. ഞാൻ ഇത്ര ഉറപ്പിൽ നിങ്ങളടുത്ത് മുന്നേ പറയുമ്പോൾ 6 ദിവസത്തിനുള്ളിൽ നിന്നാണ് പറഞ്ഞത് മാറ്റം വന്ന് തുടങ്ങും. നിങ്ങൾ എടുക്കാതെ വിട്ട തീരുമാനങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാത്തതിൻ്റെ കാരണം. ജീവിക്കുമ്പോൾ വേദനകൾ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. ടെൻഷനും പ്രഷറും അടിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല, നമുക്കറിയാലോ. ഒരു മനുഷ്യനും ഇത് രണ്ടും ഇല്ലാതെ ജീവിക്കുന്നവരായിട്ടില്ല. അപ്പോൾ ടെൻഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മളായിട്ടുണ്ടാക്കുന്ന ടെൻഷൻ, അച്ചടക്കം, ബുദ്ധിമുട്ടാണ്. വേറെ ഒന്ന് ബുദ്ധിമുട്ടാത്തിരുന്നതിൻ്റെ ടെൻഷൻ, പശ്ചാത്താപത്തിൻ്റെ ടെൻഷൻ. ബുദ്ധിമുട്ടിയാൽ അച്ചടക്കം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരിശീലനത്തിന് ചേരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫീസ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം രീതിയിൽ പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അവിചാരിതമായിട്ട് കൊടുക്കേണ്ട ഘട്ടങ്ങളുണ്ട്, അല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ പോകുന്നുണ്ട്. അതൊക്കെ അറിയാണ്ട് സംഭവിക്കടാ. ഇത് അറിഞ്ഞ് നമ്മൾ ചിലവാക്കുകയാണ്, ഒരു തീരുമാനം എടുക്കണം. എനിക്ക് മാറണം, എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ നടപ്പിൽ വരുത്തണം, ഇങ്ങനെ ജീവിച്ചാൽ പോരാ. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, പശ്ചാത്താപം, ചെയ്തില്ലല്ലോ എന്നുള്ള പശ്ചാത്താപം. അത് തീരൂല, ജീവിതകാലം മുഴുവനും നമ്മൾ പുറകുണ്ടാവും. ഏതായാലും ഈ 10 വീഡിയോകളുടെ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ സീരീസ് കൊണ്ട് ആരംഭിക്കും. ഏതായാലും നമ്മുടെ പുതിയ ജീവിതം ഇവിടെ ആരംഭിക്കാം. ഇന്ന് അതിനുവേണ്ടി ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അതിനെനിക്ക് കഴിയുമോ എന്നല്ല ചോദിക്കേണ്ടത്. ഞാൻ അങ്ങ് തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. എൻ്റെ ഏറ്റവും മികച്ച പതിപ്പായിട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതൊരു തീരുമാനമാണ്. എനിക്ക് ടെൻഷനാണെന്നല്ല പറയാം, എനിക്ക് പേടിയാണെന്നല്ല പറയാം. അങ്ങനെ ഒരു തീരുമാനങ്ങളെടുത്താൽ എൻ്റെ ഏറ്റവും മികച്ച പതിപ്പായിട്ട് ഞാൻ ഇന്നു മുതൽ ജീവിക്കാൻ തുടങ്ങുകയാണ്. അത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഭക്ഷണ രീതി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, വ്യായാമം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ ഈ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് നിങ്ങളത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. അത് വരേണ്ട സംഗതിയാണ്. അത് നമ്മൾ ഐഡൻറ്റിറ്റി മാറ്റിയാലാണ് അത് വരുള്ളൂ. കാരണം നമ്മൾ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് നമ്മൾ ആരാണെന്ന് നോക്കിയിട്ട് ആ ആളാവാനാണ് ബ്രെയിൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളത് ഇപ്പോഴേ പറയാൻ തുടങ്ങണം. ഞാൻ ദിവസവും പുസ്തകം വായിക്കുന്ന ആളാണ്, ഞാൻ ദിവസവും വ്യായാമം ചെയ്യുന്ന ആളാണ്, ഞാൻ വളരെ ആരോഗ്യപരമായ ഭക്ഷണം മാത്രം കഴിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് അപാര ധൈര്യമാണ്. തുടങ്ങും, പുതിയ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ജീവിതം അത്ഭുതകരമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ഈ ഒരു തുടക്കമുണ്ടല്ലോ, ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ മാറാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ശരീരവും മാറാൻ തുടങ്ങും. ചിന്തകൾ മാറിയാൽ ശരീരം മാറും, നിങ്ങളെ കാഴ്ചപ്പാട് മാറും, നിങ്ങളുടെ ബന്ധങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ഓക്കെ, ഞാൻ OH റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. നാളെ രാവിലെ ഉണ്ടാവും ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റത്തിൻ്റെ പരിശീലനങ്ങൾ. അതിൽ പങ്കെടുക്കുന്നവർക്ക് നമുക്ക് നേരിട്ട് കാണാം, സൂമിലൂടെ കാണാം. അപ്പോൾ ഈ പോയിൻ്റ് നോട്ട് ചെയ്യണം. വിജയിക്കുന്നവർ
അവർ മാറ്റുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ അവർ ബിസിനസ്സിനെ അല്ല അവരാദ്യം മാറ്റുന്നത്. എന്തിനെയാണ്? അവരുടെ മനസ്സിനെ. ഓക്കെ, ഫസ്റ്റ് മനസ്സ് മാറ്റുക. ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് പറഞ്ഞിട്ട് പുതിയ മനസ്സ് സൃഷ്ടിക്കുക. ഒന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ആളാണെന്ന് ഇപ്പോൾ ഒന്നിരുന്ന് പറഞ്ഞു നോക്ക്. ഇപ്പം കിട്ടും അതിൻ്റെ റിസൾട്ട്, ഇപ്പം കിട്ടും. അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവനവനെക്കുറിച്ചുള്ള മതിപ്പ് ഉണ്ടല്ലോ, പരിശ്രമങ്ങൾ വേണ്ടി വരും, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ആണ് എന്ന് നമ്മളോട് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ആ നിമിഷം മുതൽ നമ്മുടെ മാറ്റം തുടങ്ങും. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.